നമസ്കാരം. ലാലു പ്രസാദ് യാദവിന് വൃക്ക ദാനം ചെയ്ത മകൾ രോഹിണി ആചാര്യയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് സാരൺ ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. RJD സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം ചപ്ര രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ രോഹിണിയെ നേരിൽ കാണുന്നതിനു വേണ്ടി സാരൺ മുഴുവൻ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ലാലു കുടുംബത്തിൽ നിന്നുള്ള പുതുമുഖത്തിന്റെ അരങ്ങേറ്റത്തിന് സാക്ഷികളാവാൻ ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും അതിനോടൊപ്പം മക്കളായ തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, നിസ ഭാരതി എന്നിവരൊക്കെയും എത്തിയിട്ടുണ്ടായിരുന്നു. ലാലു പ്രസാദിന്റെ തട്ടകമായിരുന്ന സാരൺ അത് 2008 മുൻപ് ചപ്ര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഈ രോഹിണി ആചാര്യയ്ക്ക് മുന്നിലുള്ളത്. 4 തവണ ലാലുവിനെ ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലം ഇക്കുറി മകളെയും അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് RJD ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി അവിടെ BJPയുടെ പ്രതിനിധിയാണ് ഉള്ളത്. രോഹിണി നാട് അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ സാരൺ ലോക്സഭാ മണ്ഡലം രോഹിണിയുടെ കയ്യിൽ എത്തിയത് വീട്ടിൽ നടന്ന വലിയൊരു അംഗത്തിന് ശേഷമാണ് എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. കാരണം സാരൺ ലോക്സഭാ സീറ്റിനെ ചൊല്ലി ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ കാര്യമായ തർക്കങ്ങളൊക്കെയും നിലനിന്നിരുന്നു. സാരൺ സീറ്റിനായി മൂത്ത മകൻ തേജ് പ്രതാപ് യാദവിന് പുറമെ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവിന്റെ ഭാര്യ രാജശ്രീ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയിരുന്നു. ഇവരെയൊക്കെ തള്ളിയാണ് വൃക്ക നൽകിയ സ്വന്തം ചോരയ്ക്ക് ലാലു സീറ്റ് നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.